താങ്ങി നിർത്താൻ ആരെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ ഉറുമ്പ് കടിച്ചാലും നിലവിളിക്കും. അതേസമയം നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ ഭൂമി കുലുങ്ങിയാലും കുലുക്കം വന്നാലും പിടിച്ചു നിന്നോളും. വീണുടഞ്ഞത് ചേർത്ത് വെച്ചാൽ രൂപം ഉണ്ടായേക്കാം, പക്ഷേ പഴയ പോലെ ഭംഗിയുണ്ടാവില്ല. അതുപോലെയാണ് പല ബന്ധങ്ങളും. നമുക്ക് ഒരു വീഴ്ച സംഭവിച്ചാൽ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകരുത്. എങ്ങനെ നമ്മൾ വീണുപോയി എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കൊരിക്കലും ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കുകയില്ല. നല്ലതായാലും മോശമായാലും ജീവിതം നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ പകർന്നു നൽകുന്നുണ്ട്. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ വസ്തുവും. നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന വിശ്വാസം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഊർജം പകരും. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകൾ മറികടക്കാൻ ശ്രമിക്കുക. സ്വയം പഴി പറയുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. നഷ്ടം മറ്റൊരു ലാഭത്തിനു വേണ്ടിയുള്ള മാറ്റം മാത്രമാണ്. അതിനാൽ നഷ്ടത്തെക്കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെടാതിരിക്കുക. ലോകത്തിൻ്റെ മുഴുവൻ സ്നേഹം കൈവരാൻ ഒന്ന് മാത്രം മതി: ആരെപ്പറ്റിയും മോശമായി പറയാതിരിക്കുക. നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഒന്നിനും പരിഹാരം തേടരുത്. അത് അഹങ്കാരമല്ല, ആത്മാഭിമാനമാണ്. സത്യവും നന്മയും തേടി നിങ്ങൾ ലോകം മുഴുവൻ അലഞ്ഞാലും അത് നിങ്ങളുടെ ഉള്ളിലല്ലെങ്കിൽ പിന്നെ എവിടെയും കണ്ടെത്താൻ കഴിയില്ല. ചിന്തകളും വെള്ളവും എപ്പോഴും ശുദ്ധമായിരിക്കണം. മലിനമായ വെള്ളം ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. മലിനമായ ചിന്തകൾ ജീവിതത്തെ നശിപ്പിക്കുന്നു. ആരെയും ഉപയോഗശൂന്യമായി കണക്കാക്കരുത്. കാരണം അഴുക്കുവെള്ളം കുടിക്കാൻ കൊള്ളില്ലെങ്കിലും അതിന് തീ കെടുത്താനുള്ള കഴിവുണ്ട്. മനസ്സിൽ താങ്ങാവുന്നതിലും കൂടുതൽ സങ്കടങ്ങളുണ്ടായാൽ നമ്മളറിയാതെ നമ്മൾ മാറിപ്പോകും. ഒന്നുകിൽ വെറുപ്പും ദേഷ്യവുമായി പ്രതിഫലിക്കും, അല്ലെങ്കിൽ മൗനം കൊണ്ട് സ്വയം കീഴടങ്ങും. അംഗീകരിക്കാൻ മടിച്ച് ചിലർ നൽകുന്ന പരിഹാസം തന്നെയാണ് പ്രശസ്തിയിലേക്കുള്ള പാത തുറന്നു തരുന്നതും. സത്യസന്ധരായ നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. കാരണം ഏതൊരു അത്യാവശ്യ ഘട്ടത്തിലും അവർ നമ്മൾക്കൊപ്പം ഉണ്ടാകും. ജയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനല്ല, എന്നാൽ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും മികച്ചത് തന്നെ ചെയ്യുക. മനസ്സ് ശുദ്ധമായിരിക്കുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. ഇതാണ് എല്ലാ ആരാധനയുടെയും അടിസ്ഥാനം. കണ്ണുകൊണ്ട് കാണുന്നതിനു പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗി ഇല്ലാത്തതായി ഒന്നുമില്ല ഈ ലോകത്ത്. ഏറ്റവും ശക്തമായ ജീവികളോ ഏറ്റവും ബുദ്ധിയുള്ള ജീവികളോ അല്ല അതിജീവിക്കുന്നത്, മറിച്ച് മാറ്റങ്ങളോട് ഏറ്റവും അധികം ഇണങ്ങിച്ചേരുന്നവയാണ്. രണ്ടുപേർ ചേർന്ന് മൂന്നാമനെ കുറ്റം പറയുമ്പോൾ ഓർക്കുക, നമ്മളും പലപ്പോഴും മൂന്നാമൻ ആകാറുണ്ടെന്നുള്ളത്.